കേരളത്തിലെ കാർഷിക മേഖല ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് സാങ്കേതിക തികവുള്ള കൃഷിപ്പണിക്കാരുടെ കുറവാണ്. പരിശീലനത്തിനുള്ള സാധ്യതകളുടെ വിരളതയാണ് ഇതിനൊരു കാരണം. ഇതിനൊരു പരിഹാരമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഭക്ഷ്യസുരക്ഷാ സേന. ഭക്ഷ്യസുരക്ഷാ സേനയുടെ ഉപജ്ഞാതാവായ ഡോക്ടർ യു ജയകുമാരനാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹം മണ്ണുത്തി തൃശ്ശൂരിലുള്ള മണ്ണുത്തിയിലെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ മേധാവിയാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം പ്രൊഫസർ. സ്വാഗതം. എന്താണ് ഈ പദ്ധതിയെക്കുറിച്ച്, എങ്ങനെ ഈ പദ്ധതി നിലവിൽ വന്നു, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഇന്ന് കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കാർഷിക മേഖലയിൽ പ്രവർത്തിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ പണിയെടുക്കാനായിട്ട് ആളുകളില്ല എന്നുള്ളത് സത്യവാസ്തവമാണ്. 331 ലക്ഷം ജനങ്ങളെ തീറ്റിപ്പോറ്റുന്നത് 10 ലക്ഷത്തിലേറെ കുറവുള്ള ആൾക്കാരാണ്. അവരുടെ കർമ്മം കൊണ്ടാണ് ഇവർ ഭക്ഷണം നിന്ന് കിട്ടുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു 40 വർഷം മുന്നേ 25 ലക്ഷത്തോളം ജനങ്ങൾ കാർഷിക മേഖലയിൽ പണിയെടുത്തിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് 10 ലക്ഷത്തിൽ താഴെ പോകുന്നു. അടുത്തൊരു 10 വർഷം കൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൃഷിയിടങ്ങളിൽ പണിയെടുക്കാൻ ആരും ഇല്ലാത്തൊരു സാഹചര്യം വരുന്നു. യുവജനങ്ങൾ ഈ മേഖലയിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പറ്റിയുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയതിൻ്റെ ഫലമായി നമ്മൾക്ക് ഉരുത്തിരിഞ്ഞൊരാശയമാണ് ഭക്ഷ്യസുരക്ഷാ സേന എന്ന പ്രസ്ഥാനം. ഇതിൽ ആദ്യമായി നമ്മൾ തിരിഞ്ഞ് മനസ്സിലാക്കിയ ഒരു സത്യം, ഈ മേഖലയിലേക്ക് യുവാക്കളെ, പുതിയ തലമുറയെ കൊണ്ടുവരണമെങ്കിൽ ഈ തൊഴിലിൻ്റെ, ഈ പ്രവർത്തനത്തിൻ്റെ മഹത്വം എന്താണെന്ന് അവർ തിരിച്ചറിയിക്കേണ്ട ഒരു കടപ്പാടുണ്ട്. നമുക്കൊരു സാമൂഹ്യമായിട്ടുള്ളൊരു കടപ്പാട് നമുക്കുണ്ട്. ഏറ്റവും ഉന്നതമായിട്ടുള്ള ജോലിയാണ് ഭക്ഷണം വിളയിച്ചെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ഏറ്റവും നല്ല ജോലി, ഉദാത്തമായ ജോലി എന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അങ്ങനെ ആ ഉദാത്തമായ അല്ലെങ്കിൽ കുലീനമായ ജോലി എന്ന് നമ്മൾ പറഞ്ഞു പരത്തുകയല്ല വേണ്ടത്, നമ്മൾ അത് കാണിച്ചു കൊടുക്കണം എന്നുള്ള രീതി കൂടെ. ഒരു പട്ടാളം രാജ്യത്തെ സംരക്ഷിക്കുന്ന പോലെ നമ്മുടെ ജനങ്ങളെ മുഴുവനും ഭക്ഷ്യസുരക്ഷ കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ഉത്തരവാദിത്വം സമൂഹം ഏറ്റെടുക്കണം. അതിന് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പറ്റം ജനങ്ങൾ തയ്യാറാകണം എന്ന് ചിന്തിച്ചപ്പോൾ ഭക്ഷ്യസുരക്ഷാ സേനാ പ്രസ്ഥാനം, അതായത് ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞ മാതിരി ഒരു ജവാനെ നമ്മൾ വന്ദിക്കുന്നു, അതുപോലെ തന്നെ ഒരു കൃഷിക്കാരനെയും കിസാനെയും വന്ദിക്കണം, ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള ആശയം ഉൾക്കൊണ്ടുകൊണ്ട് 4 തത്വചിന്തകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഭക്ഷ്യസുരക്ഷാ സേനാ പ്രസ്ഥാനം. നേരത്തെ പറഞ്ഞ മാതിരി ഇത് ഒരു ഉദാത്തമായ ഏറ്റവും കുലീനമായ ജോലിയാണ്. എന്ന് നമുക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ ജോലി എന്താണ്? ആ കുലീനത വരണമെങ്കിൽ, അതിൻ്റെ മഹത്വവൽക്കരണം വരണമെങ്കിൽ ആ രീതിയിൽ തന്നെ ചിട്ടപ്പെടുത്തണം. അതുകൊണ്ട് ഒരു പട്ടാള ചിട്ടയോടുകൂടി തയ്യാറാക്കുക. എല്ലാ സാങ്കേതിക പരിജ്ഞാനവും നൽകിക്കൊണ്ട് ഒരു കർമ്മനിരതരായ വളരെ പ്രതിബദ്ധതയുള്ള സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും. അതുകൊണ്ട് ഒരു മിലിറ്ററി ട്രെയിനിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു രീതിയിൽ ഒരു തത്വചിന്ത അങ്ങനെ ഉൾപ്പെടുന്നു. രണ്ടാമത്, ഈ മേഖലയിൽ എന്തുകൊണ്ട് ജനങ്ങൾ പുതിയ തലമുറ കടന്നു വരുന്നില്ല എന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവിടെ ഒത്തിരി അരക്ഷിതാവസ്ഥകളുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള സുരക്ഷിതത്വം ഇല്ലാത്തൊരവസ്ഥയുണ്ട്, ജീവന സുരക്ഷിതത്വം ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഒരു ലൈഫ് ആൻഡ് ഹെൽത്ത് സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ കാർഷിക യന്ത്രവൽക്കരണം. ഏത് കാർഷിക കർമ്മ പ്രവർത്തനത്തിനും അതിൻ്റേതായിട്ടുള്ള യന്ത്രങ്ങൾ ഇല്ലെങ്കിൽ അത് ഉരുത്തിരിച്ചെടുത്തുകൊണ്ട് ആ കർമ്മം ചെയ്യാവുന്ന രീതിയിൽ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ എന്നുള്ള പ്രസ്ഥാനത്തിന് നമ്മൾ രൂപം കൊടുക്കുകയാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കിയത്, ഇതിനൊരു സുസ്ഥിരമായിട്ടുള്ളൊരു വരുമാന മാർഗമായിട്ട് മാറണം. ഒപ്പം തന്നെ നമ്മൾക്ക് ഒരു സാമൂഹിക സുരക്ഷിതത്വവും വേണം ഇതിനകത്ത്. നാളെ ഞാൻ കർമ്മശേഷിയില്ലാത്ത ഒരു വയസ്സനായി പോകുമ്പോൾ എന്നെ ആര് നോക്കും എന്നുള്ള ചിന്താഗതി അത് വിട്ട് അതിനെ സാമൂഹ്യമായിട്ട് തന്നെ സുരക്ഷിതത്വം വരുന്ന രീതിയിൽ, സമൂഹം നോക്കുന്ന രീതിയിൽ അതിനെ മാറ്റി സുരക്ഷിതത്വം കൊണ്ടുവരുന്ന രീതിയിൽ മാറ്റണം. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് സാമൂഹിക സുരക്ഷിതത്വം, സോഷ്യൽ സെക്യൂരിറ്റി ആസ്പെക്ട്സ് വേണം എന്നുള്ളത്. ഞാൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന ആ സേവന തുകയിൽ നിന്ന് ഒരു മിച്ചം പിടിച്ചുകൊണ്ട് അത് നമ്മുടെ ഇൻഷുറൻസിന് വേണ്ടിയിട്ടും പ്രോവിഡൻറ്റ് ഫണ്ടിന് വേണ്ടിയിട്ടും ഹെൽത്ത് സെക്യൂരിറ്റി ആസ്പെക്ട്സിന് വേണ്ടിയിട്ടൊക്കെ തന്നെ പെൻഷൻ ഫണ്ടിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ നമ്മൾ അതിൽ ഉപയോഗിക്കണം, അതിൽ നിക്ഷേപിക്കണം എന്നുള്ള ചിന്താഗതിയിൽ ഒരു സോഷ്യൽ സെക്യൂരിറ്റി സംവിധാനവും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാലാമത്തെ തത്വചിന്ത, ഈ മേഖലയിൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അത് ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു ഗ്രൂപ്പായിട്ട്
ഒരു സംവിധാനം, പഴയ ഗ്രൂപ്പ് ഫാമിംഗ് സംവിധാനം എന്ന പോലെ അതിന് പ്രവർത്തിക്കാനുള്ള ഒരു മേഖല വേണം. അങ്ങനെയാണ് നമ്മൾ അഗ്രോ സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ അഗ്രോ മിഷണറി ഓപ്പറേറ്റ് സർവീസ് സെൻറ്റർ എന്നുള്ള ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നു വന്നത്. ഇവരെയെല്ലാം പരിശീലനം കഴിഞ്ഞ ശേഷം ഒരു സൊസൈറ്റി രൂപീകരിച്ച് ആ സൊസൈറ്റിയിലൂടെ ഇവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി അവരെ കർമ്മനിരതരാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ 4 ചിന്താധാരകൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഫിലോസഫി ഉൾപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് ഭക്ഷ്യസുരക്ഷാ സേനാ പ്രസ്ഥാനം. ഇതെങ്ങനെയാണ് പ്രവർത്തിച്ച് തുടങ്ങുന്നത്? ഇതിലേക്ക് എങ്ങനെയാണ് ആൾക്കാർ വരേണ്ടത്? ഇതിൻ്റെ ആവിഷ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഇത് ഒരു ഗവേഷണ ഫലത്തിൻ്റെ ഏറ്റവും ഏറ്റവും അവസാന ഘട്ടമാണെന്ന് തന്നെ പറയാം. ഞങ്ങൾ നെല്ല് നടീൽ യന്ത്രം 1994 കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഞങ്ങൾ വാങ്ങിക്കുകയുണ്ടായി. അതിൻ്റെ പ്രവർത്തനം ഞങ്ങൾ ചിട്ടപ്പെടുത്തുകയുണ്ടായി. അതിൻ്റെ സാങ്കേതിക എല്ലാ വൈദഗ്ധ്യങ്ങളും അതിൻ്റെ റിപ്പയർ സർവീസ് ഒപ്പം തന്നെ അതിൻ്റെ നെല്ല് നടീലിൻ്റെ സാങ്കേതിക വിദ്യകളെല്ലാം ഉരുത്തിരിച്ചെടുത്തു. അങ്ങനെ സാങ്കേതിക പരിജ്ഞാനം മുഴുവനും നമ്മുടെ കയ്യിൽ വന്നപ്പോൾ അത് പകർന്നു കൊടുക്കാനുള്ള പ്രതലം ഒരു ട്രാൻസ്പോർട്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കാവുന്ന ഒരു മീഡിയ വേണമെന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മൾ അതിനു വേണ്ടി തിരിഞ്ഞു വരുന്നത്. നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, ഒരു കോളിലേക്ക് പോവാം. നമസ്കാരം. ഹലോ, നമസ്കാരം. ഞാൻ ഈ കേരളത്തിലൊരു ലക്ഷം തൊഴിൽദാന പദ്ധതിയിലെ ഒരു അംഗമാണ്. പേര് എവിടെ നിന്ന് വിളിക്കുന്നു? പേര് പറയണം. രജീന്ദ്രൻ, വയനാട്. വയനാട് നിന്ന് വിളിക്കുകയാണ്, പറഞ്ഞോളൂ. ഞങ്ങൾ ഇവിടെ മുന്നേ ഇങ്ങനെ ഒരു പഞ്ചായത്ത് തലത്തിലൊരു ഇത് യോഗമൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനെ പറ്റിയിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. അതിന്റെ ബാക്കിയൊന്നും നടന്നിട്ടില്ല. ഭക്ഷ്യസുരക്ഷാ സേനയെ പറ്റിയാണ് പറയുന്നത് അല്ലേ? അതെ. വയനാട് തുടക്കമിട്ടു എന്ന് പറയുന്നു. അത് പഞ്ചായത്ത് തലത്തിൽ യോഗം കൂടിയിട്ട് അങ്ങനെ കുറച്ച് പേരെയൊക്കെ തെരഞ്ഞെടുത്തിരുന്നു. പക്ഷെ അത് പിന്നെ ഒന്നും അതിനെ പറ്റിയിട്ട് ഒരു ഇതും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ചോദിക്കാൻ കാരണം, ഞങ്ങൾ ഈ ലക്ഷം തൊഴിൽദാന പദ്ധതിയിലും അംഗങ്ങളായതുകൊണ്ട് ഞങ്ങൾക്കത് കൂടുതൽ അതിലേക്ക് വരാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതെ, ആർക്കും ഭക്ഷ്യസുരക്ഷാ സേനയിലേക്ക് ചേരാൻ പറ്റും. പക്ഷെ അതൊരു പദ്ധതിയിലൂടെ മാത്രമേ നമുക്ക് വരാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങളെ ഉൾപ്പെടുന്ന കൃഷിഭവൻ ഉൾപ്പെടുന്ന പഞ്ചായത്തിൽ ഇതിനൊരു പദ്ധതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഭക്ഷ്യസുരക്ഷാ സേന യൂണിറ്റ് അവിടെ സ്ഥാപിക്കണമെന്ന് ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്ന് അതിനൊരു പദ്ധതി വെച്ച് ആ പദ്ധതിയിലൂടെ നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രം കാർഷിക സർവകലാശാല അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടുന്ന പരിശീലനം നൽകി യൂണിറ്റ് സ്ഥാപിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് നിലവിലുണ്ട്. ഇതിന് പ്രായപരിധിയുണ്ട്? പ്രായപരിധിയില്ല, മനസ്സിന്റെ പ്രായപരിധിയാണ് ഞങ്ങൾ പറയാ. നിങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിയെടുക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ അതിന് ഒരു പരിധി ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിൽ നന്ദി. വളരെ മനോഹരമായ, വളരെ സമഗ്രമായൊരു പദ്ധതിയായിട്ടാണ് അങ്ങത് പറഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി തോന്നുന്നത്. പക്ഷേ ഇതിലേക്ക് ഇപ്പോൾ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ ഇതിലേക്ക് എങ്ങനെയാണ് ഒരു ആപ്ലിക്കൻ്റ് കടന്നു വരേണ്ടത്? അത് എങ്ങനെ, പരിശീലനം എങ്ങനെ കഴിയുന്നു, ജോലിയിലേക്ക് എങ്ങനെ പ്രവേശിക്കുന്നു, പ്രോവിഡന്റ് ഫണ്ടിനെ മറ്റോ കാര്യം പറഞ്ഞു. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് അംഗത്വം നേടുക? ഇതിൻ്റെ ഒരു ഓർഗനൈസേഷൻ, സംഘടന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ ഏറ്റവും ആദ്യം ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി ആർമി തുടങ്ങുമ്പോൾ അതൊരു പഞ്ചായത്ത് പ്രതലത്തിലാണ് തുടങ്ങിയത്. പഞ്ചായത്ത് ഇതിൻ്റെ ആശയങ്ങൾ സംശീകരിച്ചുകൊണ്ട് പഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് ഗ്രീൻ ആർമി വടക്കാഞ്ചേരി എന്ന വലിയൊരു യൂണിറ്റാണ്. ബ്ലോക്ക് തലത്തിലാണ് തീരുമാനം. 800ഓളം പേർക്ക് പരിശീലനം കൊടുത്ത് ഇന്ന് 300ഓളം പേർ അംഗങ്ങളുള്ള വലിയൊരു പ്രസ്ഥാനമാണ് ഗ്രീൻ ആർമി വടക്കാഞ്ചേരി. അപ്പോൾ അതിൻ്റെ കാര്യം ആ ഒരു തത്വചിന്ത മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് വേണ്ടുന്ന ഞങ്ങളുടെ യൂണിറ്റിൽ ഞങ്ങളുടെ പഞ്ചായത്തിലൊരു അഗ്രോ സർവീസ് സെൻറ്റർ വേണം, ഒരു ഫുഡ് സെക്യൂരിറ്റി ആർമി യൂണിറ്റ് വേണം. അതിനൊരു പദ്ധതി ആവിഷ്കരിച്ചു. അവർക്ക് വേണ്ടുന്ന പരിശീലനം, അതിനുവേണ്ടി ഫണ്ട്, അവർക്ക് വന്നു കഴിഞ്ഞാൽ പരിശീലനം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഏതെല്ലാം കാർഷിക മേഖലയിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ആ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് എന്തെല്ലാം കാർഷിക യന്ത്രങ്ങൾ നിലവിലുണ്ട് അതിനെല്ലാം സമാഹരിച്ചുകൊണ്ട്, കൂടാതെ പുതിയതായിട്ടുള്ള ഏതെല്ലാം യന്ത്രങ്ങൾ വേണം അതിനെ ഉൾപ്പെടുവിച്ചുകൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ട്. പദ്ധതി തയ്യാറാക്കേണ്ടത് പഞ്ചായത്ത് ആണ്. പഞ്ചായത്തിനെ സഹായിക്കേണ്ടത് കൃഷി ഓഫീസറുമാണ്. കാരണം കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഇതിൽ അങ്ങനെ പദ്ധതി വയ്ക്കുകയാണെങ്കിൽ ആ പദ്ധതിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ ഒരു പദ്ധതിയിലായിരിക്കണം. ഒരു കോൾ ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് കോളിലേക്ക് പോകാം. നമസ്കാരം. നമസ്കാരം സാർ. എൻ്റെ പേര് സുരേഷ് എന്നാണ്. ഈ ഉണ്ണിക്കുളം ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ഈ കാർഷിക ഇപ്പം ഞാൻ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പറയൂ.
അപ്പം ഈ പദ്ധതിയിൽ ചേരാനുള്ള മാർഗം എന്താണെന്നാണ് എനിക്ക് അറിയേണ്ടത്. എങ്ങനെയാണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി അതിന്റെ വിശദാംശം പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. പദ്ധതിയിലേക്ക് എങ്ങനെ ചേരാമെന്നാണ്? പദ്ധതിയിലേക്ക് ചേരാമെന്നാണ്. ഈ പദ്ധതി എന്താണ് എന്നുള്ളതിനെ പറ്റി എനിക്ക് അറിയത്തില്ല. അതിനെപ്പറ്റി വിശദാംശം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചേരാൻ കഴിയുമോ? ചേരണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ഇത് ആകണം ഇതൊക്കെ പറഞ്ഞ് തന്നിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഈ പദ്ധതിയിൽ ചേരുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഗ്രാമസഭകൾ കൂടുമ്പോൾ ഈ ആവശ്യം ഉന്നയിക്കുകയും ആ ഗ്രാമസഭകളിലെ തീരുമാനം എടുത്തിട്ട് എത്രയോ 10-20 പേരടങ്ങുന്ന ചെറുപ്പക്കാരായ ആൾക്കാർ അല്ലെങ്കിൽ ആരാണ് ഇതിനകത്ത് താല്പര്യമുള്ളവർ അവർക്ക് വേണ്ടുന്ന ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭക്ഷ്യസുരക്ഷാ സേനാ പ്രസ്ഥാനം ഒരു കാർഷിക സേവന കേന്ദ്രം സ്ഥാപിക്കണമെന്നുള്ള ഒരു ആശയത്തിൽ ആ പഞ്ചായത്ത് തലത്തിൽ ഗ്രൂപ്പ് ചെയ്യുകയും ഒപ്പം തന്നെ പദ്ധതിക്ക് ഇതിനു വേണ്ടി പണം മാറ്റി വെച്ചിട്ടുണ്ട്. 40% വീതം കാർഷിക മേഖല ചെലവാക്കണം എന്നുള്ളത്. ആ പണം ഇതിന് വിനിയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു മുന്നോട്ട് പോയാൽ ഒരു പദ്ധതി ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്കും നമുക്ക് ഒരു വ്യക്തിക്ക് ഇതിനകത്ത് പദ്ധതിയിൽ ഒരു ഭക്ഷ്യസുരക്ഷാ സേനാനിയായിട്ട് ചേരാനുള്ള ഒരു സംവിധാനം ഇന്ന് നിലവിലായിട്ടില്ല. അപ്പം 20 പേരടങ്ങുന്ന ഒരു യൂണിറ്റ് നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തിക്കാവുന്ന ഒരു യൂണിറ്റ് മിനിമം 20 പേരായിരിക്കും നല്ലത്. പിന്നെ ഇത് കാർഷിക സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഇതാണോ? ചോദ്യം വ്യക്തമായില്ല സാർ. നമ്മൾ ഈ 20 പേരടങ്ങുന്ന ഒരു സംഘം നമ്മൾ ഈ കാർഷികമായിട്ട് നമ്മളെ സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യുന്ന അതാണോ, അതോ നമ്മൾ കാർഷിക മേഖലയിൽ എന്തെങ്കിലും ലോൺ അങ്ങനെ സഹായങ്ങൾ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? നമ്മളിപ്പോ സംസാരിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ സേനയെ പറ്റിയാണ്. താങ്കൾ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ സബ്ജക്റ്റിന് പുറത്തുള്ളതായതുകൊണ്ട് നമുക്കത് പിന്നീടൊരിക്കൽ മറ്റൊരു പരിപാടിയിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. നന്ദി, വിളിച്ചതിന് നന്ദി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പഞ്ചായത്തിൽ ഒരു പ്രോജക്റ്റ് വെച്ചത് വരണം. ഒരു മിനിമം എത്ര തുകയുടെ ഒരു പ്രോജക്റ്റ് ആയിരിക്കണം? മിനിമം നമുക്ക് ഒരു പരിശീലനം മാത്രമാണെങ്കിൽ നമുക്ക് ഒരു സേനാനിയെ തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ ഏകദേശം നമുക്ക് ഒരു 14,000-15,000 രൂപ ചിലവ് വരും പെർ ഹെഡ് ഒരാൾക്ക് 20 ദിവസത്തെ പരിശീലനം കൊടുത്ത്. അപ്പോൾ അത് 20 പേരാണെങ്കിൽ അത്രയും പൈസ 3 ലക്ഷം രൂപ മാറ്റി വെക്കേണ്ടി വരും. പിന്നെ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടുന്ന യന്ത്രോപകരണം വാങ്ങാനായിട്ട് ഏതെല്ലാം യന്ത്രങ്ങൾ വേണ്ടി വരും, അതിന് വേണ്ടുന്ന തുക അത് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഞ്ചായത്തിൽ ഏതെല്ലാം കാർഷിക പ്രവർത്തനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ആ ആവശ്യം നമ്മൾ അതിൻ്റെ അവിടുത്തെ അഗ്രികൾച്ചർ ഡാറ്റാബേസ് മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ പദ്ധതി ചെയ്യുന്നത്. അതിനകത്ത് നെൽകൃഷിയുണ്ടാവും, മറ്റ് കരകൃഷികളുണ്ടാവും, തെങ്ങുണ്ടാവും. അപ്പോൾ ഏതെല്ലാം പ്രവർത്തന മേഖലയിലാണ് കാർഷിക മേഖലയിലാണ് പ്രവർത്തനം വേണ്ടത് ആ വേണ്ടുന്ന കാർഷിക യന്ത്രങ്ങൾ ഉൾപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി നിലവിൽ ട്രാക്ടറും ഒക്കെ ഉണ്ട്, എല്ലാ പഞ്ചായത്തിലും ഉണ്ടാവും. അത് വേറെ കാർഷിക പ്രവർത്തനത്തിനായിരിക്കില്ല ഉപയോഗിക്കുന്നത്. എങ്കിലും അതിനെ ഉൾപ്പെടുത്തി അതിന് മിച്ചം വരുന്ന സാധനം മാത്രം വേണ്ടുന്ന സാധനം മാത്രം നമ്മൾ വാങ്ങാനുള്ള പദ്ധതി ഇട്ടിട്ടാണ് മുന്നോട്ട് പോകുക. അപ്പോൾ ഈ പദ്ധതി തയ്യാറാക്കുന്നതിന് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അങ്ങയുടെ സ്ഥാപനം സഹായിക്കുമോ? തീർച്ചയായും. ഒത്തിരി പഞ്ചായത്തുകൾ പ്രത്യേകിച്ച് ഇപ്പോൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഫാർമർ സർവീസ് സെൻ്ററുകൾ സ്ഥാപിക്കുന്നുണ്ട്. 60ഓളം കർഷക സേവന കേന്ദ്രങ്ങൾ വളരെ വിപുലമായ രീതിയിൽ നല്ല അതിൻ്റെ മുഴുവനും ഓർഗനൈസേഷനിൽ മുഴുവനും ഞങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി സഹായിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പദ്ധതി എഴുതുന്നത് തൊട്ട് നമ്മുടെ സേവനം ആരംഭിക്കുകയാണ്. ഞങ്ങൾ എല്ലാ ഫെസിലിറ്റേഷനും ഉണ്ട്. എന്ത് സൗകര്യങ്ങൾ വേണോ അത് കാർഷിക ഗവേഷണ കേന്ദ്രം ചെയ്തു കൊടുക്കുന്നുണ്ട്. പദ്ധതി രൂപീകരിക്കണോ പദ്ധതി രൂപീകരിക്കാം, പദ്ധതി എഴുതി കൊടുക്കും. ഇനി പദ്ധതി ഉൾപ്പെടുന്ന യന്ത്രസാമഗ്രികളുടെ സ്പെസിഫിക്കേഷൻ വേണോ അത് ഞങ്ങൾ കൊടുക്കും. അതിൻ്റെ ടെൻഡർ ഫോർമാലിറ്റീസ് ചെയ്ത് വരണോ അതെല്ലാം അങ്ങനെ ഏതെല്ലാം തരത്തിൽ സഹായിക്കണോ അതെല്ലാം രീതിയിൽ ഞങ്ങൾ ഫെസിലിറ്റേഷന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയിൽ നിന്ന് നിലവിലുണ്ട്. അപ്പോൾ ആൾക്കാരെ ട്രെയിനിങ് ചെയ്യുന്നു. ഇതിന് ഈ മെഷീനറി ഈ യന്ത്രങ്ങൾ ഓടിക്കുന്നതിനും അതിനെ പ്രവർത്തിപ്പിക്കുന്നതിനുമൊക്കെ അവരെ സജ്ജരാക്കുന്നു. യന്ത്രങ്ങൾ അത്യാവശ്യമുള്ള യന്ത്രങ്ങൾ നമ്മൾ വാങ്ങാനുള്ള ഒരു സംവിധാനം ഈ സ്കീമിലുണ്ടാവും അല്ലേ? പുതിയ യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യണമെങ്കിൽ അതിന്റെ സഹായം R&D ഉണ്ട്. പുതിയ യന്ത്രങ്ങൾ ഞങ്ങൾ ഒത്തിരി രൂപകൽപ്പന ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തെങ്ങുമ്മ കയറുന്ന യന്ത്രമുണ്ട്, തെങ്ങിൻ്റെ തടം തീർക്കുന്ന യന്ത്രമുണ്ട്. ഇതെല്ലാം നമ്മൾ തെങ്ങിൻ്റെ കൊല മുകളിൽ കെട്ടിവെക്കാനുള്ള പദ്ധതികൾ. അങ്ങനെ ഓരോ കർഷകർ വന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ വലിയൊരു R&D സംവിധാനം ഞങ്ങൾക്ക് നിലവിലുണ്ട്. പിന്നെ ഇത് റിപ്പയർ ചെയ്യുന്നതിനുള്ളൊരു യൂണിറ്റ്, റിപ്പയർ സർവീസ് യൂണിറ്റ് ഉണ്ട്. ഇനി കാർഷിക മേഖല യന്ത്രവൽക്കരണം മാത്രമല്ല, കാർഷിക മേഖലയിൽ ഇന്ന് വേണ്ടുന്ന ഏതെല്ലാം പ്രസ്ഥാനങ്ങളുണ്ടോ അതിന് വേണ്ടുന്ന പോളി ഹൗസ്, നമ്മുടെ ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ, മണ്ണിര കമ്പോസ്റ്റിങ്, ബയോ ഫാർമസി യൂണിറ്റ്, മറ്റേ ഗ്രാഫ്റ്റിംഗ്,
പച്ചക്കറി ഗ്രാഫ്റ്റിംഗ്, അങ്ങനെയുള്ള ഏതെല്ലാം സംവിധാനങ്ങൾ വേണം അതെല്ലാം സൗകര്യങ്ങളും ട്രെയിനിങ് പരിശീലനങ്ങളും എല്ലാം തന്നെ കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയിൽ ഒരു ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സകലകലാവല്ലഭവനായിട്ട് മാറണം. എല്ലാ തൊഴിലും സ്വയം ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങിന്, അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് നമ്മൾ ഇവിടെ അതിന് നമ്മൾ നൽകിക്കൊടുക്കും. ക്രോപ്പ് പ്രൊട്ടക്ഷൻ, ഈ വിള പരിപാലനം എല്ലാം ഉണ്ട്. നമുക്ക് ഏതെല്ലാം സ്പ്രെയറുകൾ വേണം, ആ സ്പ്രെയറുകളുടെ റിപ്പയർ സർവീസ് അതെല്ലാം എങ്ങനെ ഉപയോഗിക്കണം, അതിനെല്ലാം പരിശീലനം നമ്മൾ കൊടുക്കുന്നുണ്ടാവും. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് പഞ്ചായത്ത് ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആണ്. ചില പഞ്ചായത്ത് ഞങ്ങൾക്ക് യന്ത്രവൽകൃത നെൽകൃഷി മാത്രം മതി, കരകൃഷി മാത്രം മതി, ചിലപ്പോൾ ഞങ്ങൾക്ക് തോട്ടവിളകൾ മാത്രം മതി. അങ്ങനെ ആ പഞ്ചായത്തിൻ്റെ അവിടുത്തെ കൃഷി രീതി അനുസരിച്ച് ഏതെല്ലാം എന്ത് കൃഷി രീതിയാണ് അനുവർത്തിക്കുന്നത് ആ രീതിക്ക് അനുസരിച്ചിട്ടുള്ള പരിശീലനമാണ്. നമ്മുടെ ഫിക്സഡ് ട്രെയിനിങ് പ്രോഗ്രാമല്ല. ആർക്ക് എന്താണ് ആവശ്യപ്പെടുന്നത് അതാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ ട്രെയിനിങ് അവരെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം ഈ ഫുഡ് സെക്യൂരിറ്റി ആർമി പ്രസ്ഥാനത്തിലില്ല. യുവജനങ്ങളെയാണ് ഈ സേനയിലേക്ക് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് നേരത്തെ പറയുന്നുണ്ട്. യുവജനങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? ഇന്ന് ഞങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ ഈ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു 5-6 ബാച്ച് അല്ലെങ്കിൽ 10 ബാച്ച് അനലൈസ് ചെയ്യുമ്പോൾ 20 പേരുടെ ഒരു യൂണിറ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അപ്ലിക്കൻസ് വളരെ കുറവായിരിക്കും. ആ മേഖലയിലുള്ള ആൾക്കാർ വരുന്ന ആൾക്കാർ ഒരു 50 വയസ്സിന് മേലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരായിട്ട് വരിക. അപ്പോൾ ഒരു 60% അല്ലെങ്കിൽ 70% നമുക്ക് ആ ട്രെയിനിങ്ങിൻ്റെ ഇത് ആൾക്കാരെ കിട്ടാറുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു 20 ട്രെയിനിങ്ങിൻ്റെ ഒരു ഇത് ചെയ്യുമ്പോൾ ആപ്ലിക്കൻസ് കൂടുതലേ. ഇപ്പോൾ ഞങ്ങൾ ഓൺ ദ സ്പോട്ടിൽ പോയി വയനാടായിക്കോട്ടെ ഇടുക്കിയിലായിക്കോട്ടെ ഞങ്ങളുടെ ഒരു ട്രെയിനിങ് സെലക്ഷൻ റെജിമെൻ്റ് ഉണ്ട്. അവരവിടെ പോയി അവർക്ക് ടെസ്റ്റ് നടത്തി ഇൻ്റർവ്യൂ നടത്തി ഒക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എന്താണ് ഈ പ്രസ്ഥാനം എന്നുള്ളതൊരു അവതരണം കൊടുക്കും. നമ്മൾ 2-3 മണിക്കൂറുള്ള ഒരു പ്രസൻറ്റേഷൻ കൊടുത്ത് ഇതാണ് ഫുഡ് സെക്യൂരിറ്റി ആർമി എന്നുള്ള പ്രസ്ഥാനം, അത് കൊടുത്തിട്ട് ഇതിൽ താല്പര്യമുള്ളവർ മാത്രം ചേരുക എന്ന് പറയും. അവരുടെ ആപ്ലിക്കേഷൻ വാങ്ങിച്ചിട്ട് ആ ഒരു ആൾക്കാരുടെ കൂടുതലുണ്ടെങ്കിൽ ടെസ്റ്റ് നടത്തി, ആ ടെസ്റ്റ് നിന്ന് കടത്തിട്ട് ടെസ്റ്റിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇൻ്റർവ്യൂ നടത്തി, അങ്ങനെ വളരെ സത്യം പറയുകയാണെങ്കിൽ ഒരു മിലിറ്ററിയുടെ ഒരു ട്രെയിനിങ് പരിശീലനത്തിന് എങ്ങനെ തിരഞ്ഞെടുക്കും അത്തരത്തിലുള്ള വളരെ നിർവചിക്കപ്പെട്ടിട്ടുള്ള കർക്കശമായിട്ടുള്ള ഒരു സർവീസാണ്. ട്രെയിനിങ്ങും അതേമാതിരിയാണ്, വളരെ മിലിറ്ററി ചിട്ടയാണ്. ഞാൻ 9 മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ 9 മണിക്ക് വരണം, 9 സെക്കൻഡ് കഴിഞ്ഞാൽ ഞങ്ങൾ കയറ്റൂല. അതിനകത്ത് അത്രയ്ക്കും വളരെ ചിട്ടയോടുകൂടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമായിട്ടാണ് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് യുവജനങ്ങളെ യൂത്തിനെ ഇതിലേക്ക് ആകർഷിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ സേനയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ റെമ്യൂണറേഷൻ, കൂലി, പിന്നെ ഈ അവരുടെ ഒരു സുരക്ഷാ ബോധം വളർത്തുന്നു എന്ന് പറഞ്ഞല്ലോ, ആ സ്കീംസ് എന്തൊക്കെയാണ്? ആ സ്കീമിൽ പരിപൂർണമായിട്ട് നമുക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ അഗ്രോ സർവീസ് സെൻ്ററുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. 14 മോഡൽ അഗ്രോ സർവീസ് സെൻ്ററുകൾ എന്ന് 14 ജില്ലകളുണ്ട്, 35 അഗ്രോ സർവീസ് സെൻ്ററുകളുണ്ട്. ഇതിൻ്റെ ഗവേണിംഗ് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കീഴിൽ ഉള്ള ഒരു വലിയൊരു ഗ്രൂപ്പാണ്, ഒരു മാനേജിംഗ് കമ്മിറ്റിയാണ്. അപ്പോൾ അവിടെ ഈ സേവനത്തിനുള്ള ഞങ്ങൾ 2 വേർഡ് ഞങ്ങളുടെ ഇതിനകത്തില്ല. ഫുഡ് സെക്യൂരിറ്റി ആർമിയിൽ ലേബർ എന്നുള്ള വേർഡ് ഉപയോഗിക്കാൻ പാടില്ല. ഞങ്ങൾ പറയാം നിഷിദ്ധമാണ്. ഞങ്ങൾക്ക് ആരുടെയും ലേബറല്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഈക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി ആൻഡ് ലിബർട്ടി, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം. അതുകൊണ്ട് അങ്ങനെ ആരും തൊഴിലാളിയൊന്നുമല്ല. ആരുടെയും എല്ലാവരും ഐ ആം അപ് ടു മൈ സർവീസ് ഫോർ ദ നേഷൻ എന്നുള്ള, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി സേവിക്കുന്നു എന്നുള്ള കൺസെപ്റ്റാണ് ഞങ്ങളുടെ ഫുഡ് സെക്യൂരിറ്റി. നമുക്ക് ഒരു കോൾ വെയിറ്റ് ചെയ്യണം. നമസ്കാരം. ഹലോ. ഹലോ, ആരാണ് വിളിക്കുന്നത്? ഇവിടെ നിന്നാണ് സാറേ. ഇത് ഇടുക്കി ജില്ലയിൽ നിന്ന് മാങ്കുളത്തു നിന്നാണ്. എന്റെ പേര് ജോയിനാണ് സാറേ. ഞാനിപ്പോ ഈ പരിപാടി കണ്ടോണ്ടിരിക്കുകയാണ് ടിവിയിലെ. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. അപ്പൊ ഞങ്ങളുടെ പഞ്ചായത്തില് ഇങ്ങനെ ഒരു കർമ്മസേന അങ്ങനെ രൂപീകരിക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഗ്രാമസഭയിൽ ഇത് ആവശ്യപ്പെട്ടാൽ നടത്തി തരുമോന്ന് അറിയാനായിരുന്നേ. ഗ്രാമസഭയിൽ ആവശ്യം ഉന്നയിച്ചാൽ മതിയോ എന്ന് ചോദിക്കാം. ഗ്രാമസഭയിൽ ഉന്നയിച്ചാൽ തീർച്ചയായും അത് നിങ്ങളുടെ ഗ്രാമസഭയിൽ നിങ്ങളുടെ ഒരു ആവശ്യമാണെങ്കിൽ അത് ഗ്രാമസഭ അത് ഉൾക്കൊള്ളേണ്ടതാണ്. അത് ഉൾക്കൊള്ളും എന്നുള്ളതാണ് എൻ്റെ പരിപൂർണ്ണ വിശ്വാസം. ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് നന്ദി. നമ്മുടെ സമയം വളരെ കുറവാണ്, സമയം തീരാറായിരിക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയം, ഒരു പ്രസ്ഥാനം, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രയോജനപ്രദമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ചോദിച്ച കർഷകർക്കും സുഹൃത്തുക്കൾക്കും വളരെ പ്രയോജനപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ കാർഷിക മേഖലയിലെ ഒരു പുതിയ വെളിച്ചം വീശാൻ സാധ്യതയുള്ള വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഭക്ഷ്യസുരക്ഷാ സേന. ഭക്ഷ്യസുരക്ഷാ സേനയുടെ ഉപജ്ഞാതാവായ ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച് അതിന് നേതൃത്വം നൽകുന്ന കേരള കാർഷിക സർവകലാശാലയിലെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഹെഡായ ഡോക്ടർ യു ജയകുമാരനാണ് നമ്മോട് സംസാരിച്ചത്. അദ്ദേഹത്തെ ബന്ധപ്പെടേണ്ട വിലാസം: ഡോക്ടർ യു ജയകുമാരൻ, പ്രൊഫസർ ആൻഡ് ഹെഡ്, അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ, മണ്ണുത്തി, തൃശ്ശൂർ.
ഫോൺ നമ്പർ 94 47 53 06 73. വളരെ നല്ല ഒരു ചർച്ചയായിരുന്നു. സ്റ്റുഡിയോയിലെത്തി കർഷകരോട് സംബന്ധിച്ച അങ്ങേക്ക് നന്ദി. നമസ്കാരം. നമസ്കാരം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। KSFE ഭാഗ്യവർഷ ചിട്ടികൾ 2015. ഒരിക്കലും മലയാളി ഓണം മറക്കില്ല. KSFE ചിട്ടികളും KSFE വിശ്വസ്തം, സുരക്ഷിതം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുരുമുളക് തോട്ടങ്ങൾ സ്ഥാപിക്കാൻ പദ്ധതി. കർഷകർക്കാശ്വാസമായി പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായി പദ്ധതി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് സുഗന്ധവിള വികസനത്തിനും പുതിയ കുരുമുളക് തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിനും 6 കോടി രൂപയുടെ പ്രത്യേക പദ്ധതി കൃഷിവകുപ്പ് നടപ്പാക്കുന്നു. മികച്ച കുരുമുളക് ഇനങ്ങൾ നട്ടുപിടിപ്പിച്ച് പുതിയ തോട്ടങ്ങൾ സ്ഥാപിക്കാൻ ഹെക്ടറിന് 20,000 രൂപ വരെ സബ്സിഡി ലഭിക്കും. ഇത്തരത്തിൽ 3000 ഹെക്ടർ സ്ഥലത്ത് പുതിയ കുരുമുളക് തോട്ടം സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. പദ്ധതി പ്രകാരം ഇടുക്കി, വയനാട് ജില്ലകളിലാണ് കൂടുതൽ തോട്ടങ്ങൾ സ്ഥാപിക്കുക. ഇടുക്കിയിൽ 1500 ഹെക്ടറും വയനാട്ടിൽ 1000 ഹെക്ടറുമാണ് സ്ഥാപിക്കുന്നത്. കൊല്ലം, കോട്ടയം ജില്ലകളിൽ 50 ഹെക്ടർ വീതവും, പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ 75 ഹെക്ടർ വീതവും, മലപ്പുറം ജില്ലയിൽ 100 ഹെക്ടറുമായിരിക്കും പുതിയ തോട്ടങ്ങൾ തയ്യാറാക്കുക. ഗ്ലോബൽ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി സുസ്ഥിര മൃഗസംരക്ഷണ രീതികളെക്കുറിച്ച് കേരള വെറ്ററിനറി സർവകലാശാല സംഘടിപ്പിച്ച 2 ദിവസത്തെ അന്താരാഷ്ട്ര ശില്പശാല ഇന്നലെ കൊച്ചിയിൽ സമാപിച്ചു. കണക്ടിക്കട്ട്, കാൻസാസ്, വിസ്കോൺസിൻ, ബ്രിസ്റ്റൽ, ഷിയാങ്, പശ്ചിമ ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശ സർവകലാശാലകളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരും നയരൂപീകരണ വിദഗ്ധരും ശില്പശാലയിൽ പങ്കെടുത്തു. ശില്പശാലയെക്കുറിച്ച് കേരള വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B. അശോക് ദൂരദർശനോട്. ആദ്യമായിട്ടാണ് ഭാരതത്തിൽ ഗ്ലോബൽ ഫാം പ്ലാറ്റ്ഫോമിൻ്റെ ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നത്. ഇതിന് മുമ്പുള്ള വർക്ക്ഷോപ്പുകൾ ചൈനയിലും US-ലും UK-ലുമാണ് നടന്നിട്ടുള്ളത്. 7 സർവകലാശാലകൾ പങ്കെടുക്കുന്ന ഈ കൺസോർഷ്യം എല്ലാ സർവകലാശാലയിലും ഒരു ഭാവിയിലേക്ക് വേണ്ട ഒരു ഫാം, അത് കൃഷിയായാലും ലൈഫ് സ്റ്റോക്ക് ആയാലും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളായാലും ഭാവിയിൽ എങ്ങനെ ഉൽപ്പന്നവും അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് അനുയോജ്യവും സുസ്ഥിരവുമായിട്ടുള്ള ഉൽപ്പാദനം എങ്ങനെ സാധ്യമാക്കാമെന്നുള്ള ഐഡിയയിൽ, ആ തീമിലാണ് ഈ എല്ലാ സർവകലാശാലകളും പങ്കെടുക്കുന്നത്. അതിലേക്ക് വേണ്ട ആശയങ്ങൾ, ഗവേഷണ പദ്ധതികൾ, പ്രൊഡക്ഷൻ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ട് അതാത് സർവകലാശാലകൾ എല്ലാ വർക്ക്ഷോപ്പിലും സമർപ്പിക്കാറുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കാർഷിക ഉൽപ്പാദനം അതുപോലെ തന്നെ മൃഗങ്ങളുടെ ഉൽപ്പാദനവും സുസ്ഥിരവും സുരക്ഷിതവുമാക്കുന്ന പദ്ധതികളുടെ, ഈ ഫ്യൂച്ചർ ഫാം ഉപയോഗിച്ചുള്ള പദ്ധതികളുടെ പ്രസന്റേഷനും വിലയിരുത്തലും ചർച്ചയുമാണ് ഈ 2 ദിവസങ്ങളിൽ നടക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസൃതമായി കൃഷിരീതികളിൽ അനുവർത്തിക്കേണ്ട മാറ്റങ്ങളെക്കുറിച്ചും ശുദ്ധവും ഹരിതവും മൂല്യബോധത്തിൽ അധിഷ്ഠിതവുമായ കൃഷി വികസിപ്പിച്ചെടുക്കുന്നതിന്റെ ആഗോള പ്രസക്തിയെക്കുറിച്ചും ശില്പശാല വിലയിരുത്തി. ഒരേ ലോകം, ഒരേ ആരോഗ്യം മനുഷ്യർക്കും മൃഗങ്ങൾക്കും എന്ന ആശയം ലോകശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലയളവിൽ വെറ്ററിനറി സർവകലാശാല മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച ശില്പശാല കൌതുകകരവും വിജ്ഞാനപ്രദവുമായ ഒട്ടേറെ ആശയ സംവാദങ്ങൾക്ക് തിരികൊളുത്തി. വെറ്ററിനറി സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ജോസഫ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശില്പശാലയുടെ ഉദ്ഘാടന ചടങ്ങിൽ
വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക്, ഫിഷറീസ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി മധുസൂദനക്കുറുപ്പ്, പ്രൊഫസർ മൈക്കേലി, പ്രൊഫസർ മാർക്ക് ഐസ്ലർ, ഡോക്ടർ കടമ്പോട്ട് സിതി, ഡോക്ടർ കെ പി ശ്രീകുമാർ, ഡോക്ടർ കെ ദേവദ, ഡോക്ടർ ടി പി സേതുമാധവൻ, ഡോക്ടർ ദീപ ആനന്ദ് എന്നിവർ സംസാരിച്ചു. പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം കർഷകർക്കുള്ള സഹായങ്ങൾ: നീർത്തടങ്ങൾ, സൂക്ഷ്മ ജലസേചനം, ചെറുകിട വൻകിട ജലസേചന പദ്ധതികൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് ഓരോ തുള്ളിക്കും കൂടുതൽ വിളവ് എന്ന കർമ്മ പരിപാടി നടപ്പിലാക്കി. 1,00,000-ലധികം സോളാർ പമ്പുകൾ സ്ഥാപിച്ചു നൽകി. സോയിൽ ഹെൽത്ത് കാർഡ് നടപ്പിലാക്കി. യൂറിയയുടെ ദുരുപയോഗം തടയുന്നതിനും മണ്ണിന്റെ വളക്കൂറ് വർദ്ധിപ്പിക്കുന്നതിനും നീം കോട്ടഡ് യൂറിയ ലഭ്യമാക്കി. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 11,700 രൂപ, കോഴിക്കോട് 12,800, തൃശൂർ 12,000 രൂപ. കൊപ്ര കൊച്ചിയിൽ 7,870, കോഴിക്കോട് 8,000, തൃശൂർ 8,140. കുരുമുളക് അൺഗാർബിൾഡ് 63,000, ഗാർബിൾഡ് 66,000 രൂപ. ചുക്കു മീഡിയം 22,500, ബെസ്റ്റ് 23,500. മഞ്ഞൾ സേലം 7,600, ഈറോഡ് 7,800. അടയ്ക്ക 22,000-നും 23,000-നും ഇടയിൽ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10,900, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,500. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10,900, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,500 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ: വെളിച്ചെണ്ണ 11,700, കൊപ്ര 7,870, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100, റോട്ടറി 2,400. കുരുമുളക് അൺഗാർബിൾഡ് 63,000, ഗാർബിൾഡ് 66,000. ചുക്കു മീഡിയം 22,500, ബെസ്റ്റ് 23,500. അടയ്ക്ക പുതിയത് 22,000-നും 23,000-നും ഇടയിൽ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180 മുതൽ 210 രൂപ വരെ, തൊണ്ടില്ലാത്തത് 325 മുതൽ 450 രൂപ വരെ. ജാതിപത്രി 600 മുതൽ 900 രൂപ വരെ. ഗ്രാമ്പു 810 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 10,900, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,500. ഒട്ടുപാൽ 7,300, ലാറ്റക്സ് 7,500 രൂപ. കമ്പോള അവലോകനം. റബ്ബർ 5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലാണ്. രാജ്യാന്തര വില താഴ്ന്നതും വൻതോതിലുള്ള ഇറക്കുമതിയും ആഭ്യന്തര മാർക്കറ്റിനെ സമ്മർദ്ദത്തിലാക്കി. 4ാം ഗ്രേഡ് കിലോ 114-നും 5ാം ഗ്രേഡ് 110 രൂപയിലുമാണ്. ലാറ്റക്സ് കിലോ 75 രൂപയ്ക്ക് കൈമാറി. ഉയർന്ന വില പ്രതീക്ഷിച്ച് കൊപ്ര ഒരുക്കിയവർ ആശങ്കയിലാണ്. തമിഴ്നാട് വില കുറച്ച് വൻതോതിൽ എണ്ണ വിൽപ്പനയ്ക്കിറക്കിയത് കൊപ്ര ഉൽപാദകരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. ഇന്ന് തേക്കടിയിൽ നടന്ന ലേലത്തിൽ വന്ന 71,000 കിലോ ഏലക്ക പൂർണ്ണമായി വിറ്റഴിഞ്ഞു. മികച്ച ഇനങ്ങൾ കിലോ 899 രൂപയിലാണ്. കുരുമുളകിന് ആഭ്യന്തര ഡിമാൻഡ് ഉണ്ടെങ്കിലും ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചരക്ക് നീക്കം ഈ വാരം ചുരുങ്ങി. ചുക്ക് ഉൽപാദകരും മെച്ചപ്പെട്ട വിലയ്ക്ക് വേണ്ടി ചരക്കിൽ പിടിമുറുക്കിയിട്ടുണ്ട്. ഔഷധ നിർമ്മാതാക്കൾ ജാതിക്കയും ജാതിപത്രിയും വൻതോതിൽ ശേഖരിച്ചു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.5, 24.7. കൊച്ചി 32, 25.6. ആലപ്പുഴ 32.8, 24.6. പുനലൂർ 32.7, 23.8. തിരുവനന്തപുരം 32, 25.3 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം. പുതിയ ടെക്നിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനും എന്റെ പാടമൊരുക്കാനും വിത്തിറക്കാനും ഉഴാനും മണ്ണിളക്കാനും മറ്റും ചെറിയ മെഷീനുകൾ ആവശ്യാനുസരണം വാങ്ങി. ഞാൻ എന്റെ പാടത്തെ മെഷീൻ പ്രയോഗിച്ചപ്പോൾ ജോലി പെട്ടെന്നായി, എളുപ്പവുമായി. കൃഷിക്ക് മെഷീൻ ഉപയോഗിച്ചപ്പോ എനിക്ക് നല്ല വിളവ് കിട്ടി, കൂടുതൽ ലാഭവും. ചെറിയ മെഷീൻ ഞങ്ങളുടെ സ്വന്തമാണ്, പക്ഷെ വലിയ മെഷീൻ ഞങ്ങൾ സംഘം ചേർന്ന് വാങ്ങി. കർഷക സോദരരെ, നിങ്ങളും ഉന്നത മെഷീനും ഉപകരണങ്ങളും വാങ്ങുന്നതിന് ധനസഹായം പ്രയോജനപ്പെടുത്തൂ. വരുമാനം ഉയർത്തൂ, സമൃദ്ധി കൈവരിക്കൂ. ശരിയായി. ഞാൻ ആലോചിച്ചു മോനെ, നിന്നെ ഞാൻ കൃഷി എഞ്ചിനീയർ തന്നെ ആക്കും. പുതിയ മെഷീനും പുതിയ ഉപകരണവും എത്തട്ടെ നിങ്ങളുടെ സമക്ഷം. അതിലൂടെ നേടൂ ഇനി സമൃദ്ധി, അളവറ്റ സന്തോഷം.